നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 1. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JB കൃപലാനി, സ്വപ്ന വാസവദത്ത, ദൂതവാക്യ എന്നിവയുടെ കർത്താവ് ഫാസൽ. ലോകത്ത് കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യ. ആഗ്ര പട്ടണത്തിൻ്റെ നിർമ്മാതാവ് സിക്കന്ദർ ലോധി. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ 1961. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തിൻ്റെ പരാജയത്തിന് ശേഷമായിരുന്നു? ക്രിപ്സ് മിഷൻ. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം 1966. ശ്രീ ശങ്കരനാൽ സ്ഥാപിക്കപ്പെടാത്ത സന്യാസി മഠം കാലടി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. ദേശീയ രാഷ്ട്രീയത്തിൽ മഹാത്മാഗാന്ധി പ്രവേശിച്ചത് ചമ്പാരൻ പ്രസ്ഥാനത്തിലൂടെ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന. ഇന്ത്യയിലെ 14 ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ചത് 1969. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദായകൻ ഇന്ത്യൻ റെയിൽവേ. മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ച്? അമേരിക്ക. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഗവർണർ പദവി അലങ്കരിക്കാമോ? അതെ, 6 മാസത്തേക്ക് മാത്രം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഏത് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? കാൽസ്യം കാർബണേറ്റ്. ലോക ജലദിനം മാർച്ച് 22. ഇന്ത്യയുടെ വിസ്തീർണം 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്റർ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ഫാൻറ്റം, മാൻഡ്രേക്ക് എന്നിവയുടെ സൃഷ്ടാവ് ലീ ഫാർക്ക്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 28 ദിവസം. BCG എടുക്കുന്നത് എന്തിനെ പ്രതിരോധിക്കാൻ? ട്യൂബർക്യുലോസിസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് SBI. 1 കിലോ വാട്ട് 1000 വാട്ട്സ് ആണ്. എന്നാൽ 1 മെഗാവാട്ട് എത്ര വാട്ട്സ്? 10 ലക്ഷം. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന കലാകാരൻ റംബ്രാൻഡ്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം വെക്സിലോളജി. ദൂരദർശൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യം, ശിവം, സുന്ദരം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഭൂമി. ഇന്ത്യയിലെ ആദ്യ 70 mm ഫീച്ചർ സിനിമ എറൗണ്ട് ദി വേൾഡ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. വെന്നീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാല അമർനാഥ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള താലൂക്ക് കോതമംഗലം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ രാമകൃഷ്ണ റാവു. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്രിമ പോളിയോ വൈറസ് ആദ്യമായി സംയോജിപ്പിച്ചത്? ന്യൂയോർക്ക്.
നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിൻ്റെ ചിന്തകളെ സ്വാധീനിച്ച സംഭവം ബംഗാൾ ക്ഷാമം. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെ. സത്യജിത്ത് റായിയുടെ പതേർ പാഞ്ചാലിയിലെ മുഖ്യ വിഷയം ദാരിദ്ര്യം. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ. ലെബണൻ്റെ തലസ്ഥാനം ബെയ്റൂട്ട്. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗാനത്തിൻ്റെ രചയിതാവ് വയലാർ. ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാക്കിയ നിയമം പേറ്റന്റ് ആക്ട്. അന്തകൻ വിത്തിൻ്റെ പ്രാധാന്യം പ്രത്യുൽപാദന ശേഷിയില്ല. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജി. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ. റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് 1919. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ചാർവാക മതത്തിൻ്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. പഞ്ചശീല തത്വത്തിൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൈനീസ് നേതാവ് ചാ എൻ ലായ്. സോഷ്യലിസത്തിന് അധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥിതി അംഗീകരിച്ച ആവടി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1955. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ. ഗാന്ധിജിയുടെ വധത്തോടുകൂടി നിരോധിക്കപ്പെട്ട സംഘടന RSS. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത് 54-ാം സമ്മേളനത്തിൽ. സ്യൂട്ടബിൾ ബോയ് എന്ന കൃതിയുടെ കർത്താവ് വിക്രം സേത്ത്. ഭൂദാന യജ്ഞം തുടങ്ങിയ വർഷം 1951. എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൻ. സൈബർ സ്പേസ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ടോം ലിൻസൺ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന പട്ടണം ആലപ്പുഴ. ഭക്ഷ്യയോഗ്യമായ കൂൺ അഗാരിക്കസ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഏത് രാജ്യത്തെയാണ് ഹിറ്റ്ലർ ആദ്യം ആക്രമിച്ചത്? പോളണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. സിസ്മോഗ്രാഫിൻ്റെ ഉപയോഗം ഭൂചലനങ്ങൾ നിരീക്ഷിക്കാൻ. കേരളം മലയാളികളുടെ മാതൃഭൂമി. ഈ കൃതിയുടെ കർത്താവ് EMS. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥർ ഡോക്ടർ കെമിക്കൽസ്. വാസ്കോഡ ഗാമ കാപ്പാട് തീരത്ത് എത്തിയ വർഷം 1498. ഇന്ത്യയിൽ സതിസമ്പ്രദായം നിർത്തലാക്കിയത് ബെൻഡിക് പ്രഭു. സിന്ധു നദീതട സംസ്കാരം ഏത് യുഗത്തിലെ നാഗരിക സംസ്കാരമാണ്? താമ്രയുഗം. കോൺഗ്രസ് അഥവാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണവുമായി ബന്ധമില്ലാത്ത വ്യക്തി ജവഹർലാൽ നെഹ്റു. ഗോവർദ്ധനൻ്റെ യാത്രകൾ എഴുതിയത് ആനന്ദ്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലൈപ്റ്റോസ്പൈറ ഇക്ടെറോ ഹെമറാജിക്ക. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വാഗ്ഭടൻ. അലിഗാർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് K. ദാമോദരൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ D. നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിത മദർ തെരേസ. വീർഭൂമി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
രാജീവ് ഗാന്ധി. ഗംഗൈകൊണ്ട ചോളൻ എന്ന് അറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി മാഡം ബ്ലാവസ്കി. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില 16 ഡിഗ്രി സെൽഷ്യസ്. ലോകത്ത് രണ്ടാമതായി ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട സ്ഥലം നാഗസാക്കി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൽ ആകെ അസ്ഥികളുടെ എണ്ണം 206. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ പോർച്ചുഗീസുകാർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.